ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മ മുഖംമൂടിയിൽ നിന്ന് കൈയെടുത്തിട്ട് പറയുവാണ്, എനിക്ക് ഈ പുലിമുഖം തന്നെ കാണുന്നത് ഇഷ്ടം, ഇതെല്ലാം ഒരുപാട് രസിപ്പിച്ച് എനിക്കിത് കണ്ടാൽ മതി എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീതവും ഗോവിന്ദും ഒന്ന് സമാധാനപ്പെട്ടിട്ട് പരസ്പരം പയ്യെ പറയുവാണ്, പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രേഖ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്ന മാനേജ്മെൻറ്റിനെതിരെ ഇനി പരാതി കൊടുക്കണോ അമ്മേ, കേസൊന്നും വേണ്ട എന്ന് പറയുവാണ്. അപ്പോൾ പ്രിയയും സപ്പോർട്ടായിട്ട് പറയുക, നേരാ, ഇവർ നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഒറ്റൊരു തവണത്തെ ഒരു അബദ്ധമല്ലേ, സാരമില്ല അമ്മേ, നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ മാനേജറിനെ വിളിച്ചിട്ട് പറയുവാണ്, ഒരൊറ്റ തവണത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കും, ഇനിയൊരു പ്രശ്നം ഉണ്ടായേക്കരുത്, ഇനിയിപ്പം നിങ്ങളുടെ സെക്യൂരിറ്റിയൊക്കെ കുറച്ചുകൊണ്ട് ടൈറ്റ് ആക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും മാനേജറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും അജാസും അവർണികയും കൂടെ മുറിയിൽ നിന്ന് പയ്യെ പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇവരെ കാത്ത് നമ്മുടെ കിഷോർ വെളിയിൽ ഒരു വടിയും കൊണ്ട് നിൽക്കുവാണ്, അജാസിൻ്റെ തലക്കടിച്ച് വീഴ്ത്താൻ വേണ്ടി. ഇന്ന് നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്താണ് അതിനിടയ്ക്കുള്ളൊരു മുറിയിൽ നിന്ന് നമ്മുടെ വരുൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് നമ്മുടെ വരുണിൻ്റെ തലക്കിട്ട് അടിച്ച് വീഴ്ത്തുവാണ് കേട്ടോ കിഷോർ. ആൾ മാറിപ്പോയതറിഞ്ഞ് കിഷോർ, സാറ് വരുൺ സാറെന്ന് പറഞ്ഞ് അവിടുന്ന് വടിയിട്ട് ഓടിപ്പോവാണ്. നമ്മുടെ കിഷോർ അടിച്ചടിക്ക് നമ്മുടെ വരുണിൻ്റെ തലയ്ക്ക് നല്ലപോലെ മുറിവേറ്റ് ചോര വരാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേഷ്യം വന്ന് വരും പറയാം, എടാ പിന്നീന്ന് ആക്രമിക്കാൻ ആർക്കും പറ്റും, മുമ്പേ വന്ന് അടിച്ചിട്ട് പോടാ എന്നൊക്കെ പറയുവാണ്. എല്ലാവരും ഓടിക്കൂടുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നുണ്ട്, ഭയങ്കര വലിയ പുള്ളിയാന്ന് തോന്നുന്നു ആക്രമിച്ചത്, കറക്റ്റ് ഇന്നലെ അടിച്ച അതേ സ്പോട്ടിൽ തന്നെ ഇന്നും അടിച്ചേക്കുന്നത്, ചോരയൊക്കെ കണ്ട് ആകെ തല ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ വരുൺ. അതേ സമയത്ത് നമ്മുടെ അവർണിക പറയുന്നുണ്ട്, ഇതിൻ്റെ അത് പെട്ടുപോവോ പോലീസ് കേസൊക്കെ ആയിട്ട്, ഇനി ഇവർ പോലീസിനൊക്കെ വിളിച്ചാൽ പെടും എന്ന് പറയുമ്പോഴത്തേക്കും അജാസ് പറയുന്നുണ്ട്, അത് പേടിക്കണ്ട, മാനക്കേടുണ്ടാവും, അത് പുറത്തിറക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അവനെ പറയുന്നുണ്ട്, ഒരു മാനക്കേടും ഇല്ല, എനിക്ക് കിഷോറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രതികാരം ഇത് തന്നെയല്ലേ, അവനിവിടെ ഉണ്ടായിരിക്കണം ഇത് കാണാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ അറിയണം എന്ന് പറയുമ്പോൾ അജാസ് ഇങ്ങനെ ഒരു പുച്ഛത്തോടെ ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് നിൽക്കുവാണ്. കഴിഞ്ഞ് ഗീതവും ഗോവിന്ദും ഡ്രസ്സൊക്കെ മാറി ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും മാനേജർ വന്നിട്ട് പറയണേ, ഒരു പ്രശ്നമുണ്ട് സാർ, ബോട്ടിന് എന്തോ മെക്കാനിക്കൽ എറർ, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ച് നേരം എടുക്കും, നിങ്ങളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുവാണ്. ആ സമയത്ത് ഗീതു പറയാണ്, പോയി ഫോൺ എങ്ങനെയും മാനേജറെ നിന്ന് മേടിച്ച് അജാസിക്കനെ വിളിക്കുക, ഇക്ക എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു അവിടെ ഇരിക്കുവാണ് കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ സൈഡിൽ. അജാസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുന്ന ഗോവിന്ദനെ കാഞ്ചന കണ്ടിട്ട് പറയുകയാണ്, ആണ്ട് ഗോവിന്ദ മാമൻ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കുവാണ് കേട്ടോ. ഗീതോന് മനസ്സിലായി ഗോവിന്ദനെ പൊക്കിയെന്നുള്ളത്. ഗീതോടെ ഒളിച്ചിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രാധികാമാമി വന്നിട്ട് പറയുകയാണ്, മോനെ ഗോവിന്ദൻ, നീ എന്താ ഇവിടെ കണ്ണാ, നിൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആ മീറ്റിംഗ് കഴിഞ്ഞമ്മേ നേരത്തെ വന്നു, അപ്പോഴാണ് ഈ റിസോർട്ടിൻ്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു ഓർത്തെ, എന്തായാലും ഓക്കെ ആണെങ്കിൽ ഇതിനോട് എഗ്രിമെൻ്റ് എഴുതാമെന്ന് ഓർത്തേക്കുവാന്ന് പറയുവാണ്. ആ സമയത്ത് വരുൺ പറയാം, ഇതിന് എഗ്രിമെൻ്റ് ഒന്നും എഴുതണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ പറയുകയാണ്, ഇതിന് എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ ഇതിനോട് ഒരു പോലീസ് സ്റ്റേഷനോട് നമ്മൾ പണിയേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയുക, വേണ്ട ചേട്ടാ, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണ്. പക്ഷെ നമ്മുടെ രേഖ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നല്ല സ്ഥലമായിരുന്നു, നല്ല ആതിഥേയ മര്യാദയുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് രാധികാമ്മ പറയുന്നുണ്ട്, വാ നമുക്ക് പോവാം, ബോട്ടിൽ കയറ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറയുവാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല, ബോട്ടിൻ്റെ മെക്കാനിക്കൽ എററാ, അതുകൊണ്ട് എന്തായാലും ഇന്ന് പോകാൻ പറ്റത്തില്ല, ഇന്നൊരു ദിവസത്തോടെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രേഖയും പറയുക, എന്തായാലും ഇപ്പം ഗോവിന്ദേട്ടൻ വന്നല്ലോ, ഇനിയിപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും വരുൺ രേഖയുടെ അടുത്തേക്ക്, രേഖ നിനക്ക് എന്നെ കൊലയ്ക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതി ചെല്ലുവാണ്. കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയാം, എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റുമല്ലോ, അപ്പോൾ പിന്നെ അകത്തോട്ട് തിരിച്ചു പോകുന്നല്ലേ അമ്മേ നല്ലതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് രാധികാമ്മ പോവാണ് കേട്ടോ. അത് കണ്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുവാണ് ഗീതു. ഇനി ഞാൻ എന്തോ ചെയ്യും, ഇനി എന്നെ കൂടെ പൊക്കുമോ എന്നുള്ള രീതിയിൽ ഒരു സൈഡിൽ തളർന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന രഞ്ജുവിനെയാണ്. രഞ്ജുവിനെ കാണാൻ വേണ്ടി ധ്യാൻ വന്നിട്ടുണ്ട്. ധ്യാനാണെങ്കിൽ രഞ്ജുവിനോട് പറയുന്നുണ്ട്, എല്ലാവരും പോയപ്പോൾ നിനക്കാകെ ഒറ്റപ്പെട്ട പോലെ ആയല്ലേ, നാളെ നമുക്ക് പുറത്തു പോകാമെന്നൊക്കെ പറയുമ്പോൾ രഞ്ജുവും പറയാം, നേരെ രാവിലെ പോയിട്ട് വൈകിട്ട് വരാം, പിന്നെ എല്ലാവരും പോയൊന്നുമല്ലോ, അയ്യപ്പേട്ടനും ഷിബുവൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരെപ്പോഴും എൻ്റെ കാര്യം അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്, പിന്നെ ഇനിയിപ്പം നിൻ്റെ കൂടെ വന്നു കഴിയുമ്പം എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ച് ദിവസം കൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ ധ്യാൻ പറയുന്നുണ്ട്, അയ്യപ്പേട്ടൻ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം, വീട്ടിൽ പോകാമെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയത്, വരാൻ ലേറ്റ് ആവുമായിരിക്കുമോ എന്ന് ഓർത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഒരു വണ്ടി വന്ന് നിൽക്കുവാണ് കേട്ടോ. വണ്ടിക്കകത്ത് നിന്ന് അനാർക്കലി ഇറങ്ങുവാണ്. അനാർക്കലിയെ കണ്ടിട്ട് രഞ്ജുവിനൊന്നും മനസ്സിലാവുന്നില്ല. തിരിച്ച് രഞ്ജു ആരാന്ന് അനാർക്കലിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അനാർക്കലി പറയുകയാണ്, എനിക്ക് രാധികാനെ ഒന്ന് കാണാം, അവളെ ഒന്ന് വിളിക്കുമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അവരിവിടെ ഇല്ല, എല്ലാവരും കൂടെ ഫാമിലി ടൂർ പോയതാ, 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എന്തായാലും നീ നീ വിളിച്ചിട്ട് മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഗോവിന്ദനെ കാണും എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രഞ്ജു പറയാണ്, അതിന് ഗോവിന്ദേട്ടനും ഗീതമൊന്നും ഇവിടെയില്ല, ആരും ഇവിടെയില്ല, എല്ലാവരും കൂടെ ഓരോ സ്ഥലത്തേക്ക് പോയേക്കുവാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനാർക്കലിക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, മാധവൻ നായരുടെ ഒരു വളർത്തുപട്ടി ഉണ്ടായിരുന്നല്ലോ അയ്യപ്പൻ, അങ്ങേരെ വിളിക്കുകയെന്ന് പറയുകയാണ്. അത് ഇച്ചിരി ദേഷ്യപ്പെട്ടാണ് പറയുന്നത് കേട്ടോ. അത് കേട്ട് നമ്മുടെ രഞ്ജു ചെറുതായിട്ടൊന്ന് പേടിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനാർക്കലി പറയാണ്, നിങ്ങൾക്ക് തീരെ ആതിഥേയ മര്യാദയില്ല, അതിന് നിങ്ങളെ വിളിക്കണമെന്നില്ല അകത്തോട്ട് കയറാൻ, ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞ് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ കാലൊക്കെ കയറ്റി വെച്ച് ആ കൗച്ചിലിങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അയ്യപ്പൻ നേരെ വിളിക്ക്, അങ്ങേര് വരട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ ചെറുതായിട്ട് പേടിച്ച് നിൽക്കുന്ന രഞ്ജു ഫോൺ എടുത്ത് അയ്യപ്പേട്ടനെ വിളിക്കുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.